ലോകത്താരുടെ സംശയം മാറിയാലും ചിലരുടെ മാത്രം സംശയം മാറില്ല. അതെന്ത് തരം മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്ന് പറഞ്ഞു ഒരു ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് ജയ്ക്ക് പറഞ്ഞത് വിശ്വസിച്ചു. ഞാൻ ചോദിക്കുന്ന അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിലേക്ക് ഏർപ്പാടാക്കിയത് എങ്ങനെയാണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. PR ഏജൻസി അല്ല, PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ അഭിമുഖം ആര് ചോദിച്ചതാണ്, ആരാണ് മുൻകൈ എടുത്തത്, ആരുടെ തീരുമാനമായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണ്ടേ? ജയ്ക്കിന് പറയാൻ പറ്റണ്ടേ? പകുതി മാത്രം പറഞ്ഞാൽ പോരല്ലോ, മുഴുവൻ പറയണ്ടേ? അങ്ങയും അങ്ങയുടെ മാധ്യമ സ്ഥാപനവും എങ്ങനെ അഭിമുഖം തരപ്പെടുത്തുന്നോ അതേ ചാനലിലൂടെ അതേ നീക്കങ്ങളിലൂടെ തന്നെയാണ് ഈ അഭിമുഖം സംഭവിച്ചിട്ടുള്ളത്. അത് പ്രസ് സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ CM ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്നിട്ടായിരിക്കാം. നിങ്ങൾ അഭിമുഖം രാവിലെയാണല്ലോ ഹിന്ദു ദിനപത്രം വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? താങ്കൾ പറഞ്ഞിട്ടില്ല ജയ്, പറയാത്തൊരു കാര്യം എങ്ങനെ വിശ്വസിക്കും? അത് മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ്. താങ്കൾ പറയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും? താങ്കൾക്ക് അറിയില്ല, ആയിരിക്കാമെന്നാണല്ലോ, അല്ലാതെ താങ്കൾക്ക് അറിയില്ലല്ലോ. താങ്കൾക്ക് അറിയില്ലല്ലോ. ഒന്ന് പോടോ. എത്ര ദീർഘസമയം എടുത്ത് സംഭാഷണം നടത്തി ചോദ്യം ചോദിക്കുന്നു, ഞാൻ മറുപടി പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓ അത് ശരി അതെന്താണ്, അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇടപെട്ടുകൂടെ? അങ്ങയുടെ ചോദ്യം തടസ്സപ്പെടുത്തിക്കൂടെ? അതൊരു ശുദ്ധ മര്യാദഘട്ട ഏർപ്പാടല്ലേ? ആ ഏർപ്പാട് എന്നെ ഇവിടെ വിളിച്ചിരുത്തണ്ട. ഞാൻ പറഞ്ഞല്ലോ അങ്ങേക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കാം. മറ്റാരെങ്കിലും കിട്ടുവാണെങ്കിൽ അവരെ വിളിച്ചിരുത്തിക്കോ. കേരളത്തിന്റെ അനുഭവം എന്താ? പറഞ്ഞത് എത്ര പച്ചക്കള്ളമാണെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ തിരുത്തി എന്ന് താങ്കൾ പറയുന്നത് എന്താണ്? അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. വിവരക്കേട് വിളിച്ചു പറയാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങളെ സമീപിച്ച PR ഏജൻസി എഴുതി തന്ന കാര്യമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് അവർ പ്രസിദ്ധീകരിച്ചത്. 4 മണിക്ക് മുൻപ് വന്ന വിശദീകരണമാണ്. ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടില്ല, ഔദ്യോഗികമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതെന്താണ്? കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗബീനത്തിൽ മുള്ളിയിട്ടില്ലേ? ഉണ്ടേ. ഇപ്പൊ അണ്ടർവെയറിലും ആകാം. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യത്തെ പാർട്ടി നേതാക്കൾ മുഴുവൻ ന്യായീകരിക്കുകയാണ്. ഇന്ന് രാവിലെ മന്ത്രി MB രാജേഷ്, മന്ത്രി മുഹമ്മദ് റിയാസ്, ഇവരൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇന്നലെ രാവിലെ പത്രത്തിൽ വന്ന അഭിമുഖം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് പറയുന്നത്. എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയേണ്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയും. അതല്ല പറയാത്തൊരു കാര്യം ഉൾപ്പെടുത്തി എന്ന് ഇത് ഹിന്ദു പത്രം അവർ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയാണ് നിങ്ങളുടെ വ്യാഖ്യാനം. അത് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി എഴുതി കൊടുത്തതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിട്ട് അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ ജയ്ക്ക്. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ സാന്നിധ്യത്തെ താങ്കളുടെ പാർട്ടിക്ക് പറയാം, താങ്കളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറയാം. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ജയ്ക്ക് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ ഔദ്യോഗിക പ്രതിനിധി വന്നിട്ട് പറയുകയാണ് ഇന്നലെ പറഞ്ഞതുപോലെയൊന്നും അല്ല, മുഖ്യമന്ത്രി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളത്തെ ഔദ്യോഗിക പ്രതിനിധി എന്ത് പറയുമെന്ന് നമുക്കറിയില്ലല്ലോ ഷാനി. അതുകൊണ്ട് ഈ ഔദ്യോഗിക പ്രതിനിധികളുടെ ഇന്നത്തെ വാദത്തെ ഒന്ന് മുഖവിലക്കെടുക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കില്ല എന്ന്. അതിപ്പോ കുറെ കാലമായി ഈ RSS മേധാവികളുമായിട്ടുള്ള സഹവാസത്തിലും നാഗ്പൂർ കാര്യാലയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശാനുസരണമൊക്കെ ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ പച്ച വർഗീയത പറയാൻ ഒരു ഉളുപ്പും നാണവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതും അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. സ്വർണം ഈന്തപ്പഴത്തിലുള്ള കുരു, സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്തുകാരി വന്നു എന്ന് പറയുന്ന പച്ചക്കള്ളം, അതോടൊപ്പം CCTV ക്യാമറ ഇടിമിന്നലിൽ തകർന്നു പോയി എന്ന് പറയുന്ന പച്ചനുണ, ഇങ്ങനെ ആയിരക്കണക്കിന് നുണകളുടെ 10,000-കണക്കിന് വാർത്താനുഭവങ്ങളാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അവകാശപ്പെടുന്നവരും നടത്തിയിട്ടുള്ളത്. വെറുതെ ഒരേ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ടോ. മാപ്പ് പോയിട്ട് ക്ഷമ പോയിട്ട് ഖേദമെന്ന 2 വാക്ക് എഴുതിയിട്ടില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കോൺഗ്രസ് നേതാവ് ഇവിടെ വന്നിരുന്നിട്ട് മാധ്യമ പ്രവർത്തനത്തെയും സ്ഥാപനത്തെയും അതിന്റെ മുതലാളിമാരെ ഇരുന്ന് സുഖിപ്പിക്കാൻ. നന്ദി കാണിക്കുക. മലപ്പുറം ജില്ല രൂപീകരിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും EMS തീരുമാനിച്ചപ്പോ മലപ്പുറം ജില്ല വിരുദ്ധ റാലി നടത്തിയിട്ടുണ്ട്. ഏത് പാർട്ടിയാണെന്നറിയാവോ കോൺഗ്രസ് നേതാവിന്? മലപ്പുറം ജില്ല വിരുദ്ധ റാലി നടത്തി ഇവിടെ വർഗീയതകളെ ഉണ്ടാക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ പേര് നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. താങ്കൾ പറഞ്ഞത് ഇങ്ങനെയൊരു PR ഏജൻസിയുമായി മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധവുമില്ല എന്നാണല്ലോ അല്ലെ ശ്രീ ജയ്? താങ്കൾ തിരുത്തില്ലല്ലോ, താങ്കൾക്കത് തിരുത്തേണ്ടി വരില്ലല്ലോ, ഉറപ്പുള്ള കാര്യമല്ലേ? ആദ്യത്തെ 27 മിനിറ്റ് നമ്മൾ രണ്ടുപേരും നടത്തിയ പ്രഭാഷണം ഉണ്ടല്ലോ, ആ പ്രഭാഷണം ഒന്നുകൂടെ ഓടിച്ച് കേട്ടാൽ മതി. എന്നാലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചാണ്. വേറെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലോ.
വളരെ ഗുരുതരമായ കാര്യമാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു PR ഏജൻസി ഇല്ലാത്ത കാര്യം പറഞ്ഞു നടക്കുകയും മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഹിന്ദുവിനെ പോലൊരു പത്രം അവകാശപ്പെടുകയും എന്നിട്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇത്ര ഗുരുതരമായ ഒരു പ്രസ്താവന എഴുതി ചേർത്തു എന്നൊക്കെ പറയുമ്പോൾ കടുത്ത നിയമ നടപടി എടുക്കേണ്ടി വരും. അവനൊന്നും അറിയില്ല. പച്ചക്കള്ളം വാർത്തയാക്കിയതിന്റെ പേരിൽ നിയമ നടപടി നേരിടാൻ പോയ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ വാർത്ത വായിക്കാനും ഈ പ്രചരിപ്പിക്കാനും എത്ര പേരിരിക്കും? സത്യസന്ധമായ അങ്ങനെ അഭിപ്രായം പറയാം. സത്യമാണ്. മോഹൻലാലിന്റെ അമ്മ മരിച്ചു എന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ പാർട്ടി പത്രമല്ലേ വാർത്ത കൊടുത്തത്? നിങ്ങൾക്കും ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. അത് തെറ്റാണ് എന്നാണ് നിങ്ങൾ അവകാശപ്പെട്ടത്. നേരത്തെ MP വീരേന്ദ്രകുമാറിന്റെ ജീവിച്ചിരിക്കുന്ന സഹോദരി മരിച്ചു എന്ന് വാർത്ത കൊടുത്തതും ദേശാഭിമാനിയാണ്. കള്ളം പറഞ്ഞു എന്ന് ഉറപ്പുണ്ടായിട്ടും ഖേദം പ്രകടിപ്പിക്കാത്ത കൂട്ടങ്ങൾക്ക് കള്ളം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തിരുത്തുന്നവരെ കാണുമ്പോൾ അസൂയ തോന്നും. അവരോട് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കുശുമ്പ് തോന്നും. അസൂയയും കുശുമ്പും തോന്നുന്നവരോട് എന്ത് ചെയ്യാനാണ്? കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത്തരം ഡിക്റ്റേഷനൊക്കെ PCR ഇരിക്കുന്ന നേരിട്ട് കാണാത്തോണ്ടാണ് ജയിക്കാതെ. എന്റെ പിരിമുറുക്കത്തിന്റെ ശരീരഭാഷ നിർവചിക്കാനുള്ള സയൻസ് അങ്ങ് എവിടുന്നാ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്നെക്കാൾ വലിയ പിരിമുറുക്കത്തിലായിരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് പറഞ്ഞുകൂടെ? കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. അപ്പൊ അത്തരം തമാശകൾ ദയവ് ചെയ്ത് ഇത്തരം ഒരു സംവാദത്തിൽ എടുക്കുന്നത് തമാശക്ക് നമ്മൾ പറയും. താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ താങ്കൾക്ക് ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട് പോകാം. താങ്കൾ പറഞ്ഞോളൂ. തമാശയൊക്കെ ഞാൻ പറയും. ഞാൻ എന്ത് പറയണമെന്ന് ജയിക്കും തീരുമാനിക്കേണ്ട. താങ്കൾ പറയുന്ന പോലെ കടുപ്പിച്ച് എന്നോട് ഡിക്റ്റേറ്റ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ദ ഹിന്ദു ദിനപത്രത്തിനെതിരെയും കൈസൺ PR ഏജൻസിക്കെതിരെയും ഞാൻ നിയമ നടപടികളിലേക്ക് പോവുകയാണ്. കാരണം എന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇതുപോലെ അപമാനിക്കാൻ ശ്രമിച്ച, ഇതുപോലെ ആക്ഷേപിക്കാൻ ശ്രമിച്ച ആ ദിനപത്രത്തിനും കൈസൺ PR ഏജൻസിക്കുമെതിരെ കേസെടുക്കണം. ഞാൻ DGPക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും, അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. അത്യാനന്തര ക്ലാസ് എടുക്കുന്ന ദേശാഭിമാനി, ആ ദേശാഭിമാനി മറിയക്കുട്ടി ചേർത്തിക്ക് അവിടെ 5 ഏക്കർ സ്ഥലം, വിദേശത്ത് ജോലിയുള്ള മകൾ, പച്ച നുണ എഴുതിയിട്ട് കോടതിയിൽ കേസിന് പോയപ്പോഴല്ലേ മാപ്പ് പറയേണ്ട ഗതികേട് വന്നത്? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ഈ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടില്ലാത്ത മോഹൻലാലിന്റെ അമ്മ മരിച്ചു എന്ന് ഒരു ഉളുപ്പും ഒരു നാണവും ഇല്ലാതെ ഒരു ദിനപത്രത്തിന്റെ, ഏത് ദിനപത്രത്തിന്റെ സത്യമറിയാൻ, സത്യാനന്തര ലോകത്തിലെ ആള് പറഞ്ഞതാണല്ലോ, സത്യമറിയാൻ മലയാളികൾ വായിക്കുന്ന ദിനപത്രം ദേശാഭിമാനി, ലോകത്തിൽ ഏറ്റവും അധികം മലയാളി മന്ദബുദ്ധികൾ വായിക്കുന്ന മഞ്ഞപത്രം, ടെൻഡർ രേഖകളടക്കം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അതിനുശേഷം PR ഏജൻസിയുടെ കഥ വന്നിരിക്കുകയാണ്. 30 മണിക്കൂർ. ഇപ്പൊ മുഖ്യമന്ത്രി ഇത്രയും പാടൊന്നുമില്ലായിരുന്നല്ലോ ശ്രീ ജെ.സി. തോമസ്. ഇന്ന് രാവിലെ നിങ്ങൾ CPM നേതാക്കന്മാർക്ക് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് പറയേണ്ടി വരില്ലായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും. എന്റെ ബോസ് എന്നെ പഞ്ഞിക്കിടും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിക്കാൻ ഉപയോഗിച്ച പദം എന്താണ്? അങ്ങനെയല്ലേ? അത്തരം ഒരു പദം മാന്യതയുള്ളതാണ്. ഞാൻ ഏതാ മാന്യതയില്ലാത്ത പദം ഉപയോഗിച്ചത്? അങ്ങ് ഇടപെടണ്ട. അങ്ങ് ഇടപെടണ്ട. അയ്യോ, നിങ്ങൾ അല്ല, ഇടപെടാൻ തോന്നില്ല. തോന്നിപ്പിക്കല്ലേ? ഈ മാന്യതയുടെ ക്ലാസ് ഇങ്ങോട്ട് എടുക്കല്ലേ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിയെ വിളിച്ചില്ല. ഈ ആ ക്ലാസ് ഒന്നും ഇങ്ങോട്ട് എടുക്കല്ലേ? ദൈവത്തെ ഓർത്ത് രാഹുൽ ഗാന്ധിയൊക്കെ വിളിച്ച ഇങ്ങോട്ട് എടുക്കാൻ വരരുത്. നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. അബിൻ മോശമായ വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. മോശമായ വാക്ക് എന്താണെന്ന് അബിൻ ചോദിക്കുന്നു. താങ്കൾക്ക് അതിന് മറുപടി പറയാം. അതിൽ ഞാൻ ഇടപെടേണ്ട കാര്യം എന്താണ്? അത് പിന്നെ അങ്ങനെയാണോ ഈ സംവാദം ഇത്ര നേരം മുമ്പോട്ടേക്ക് പോയേ? കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ കയറി ഇടപെട്ട് അതെന്താണ് നിങ്ങൾ മാപ്രസ്ഥാനം മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് മാത്രം ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മറ്റൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അതിൽ എന്താണ് ആക്ഷേപം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അയാളുടെ അമ്മൂമ്മയുടെ ബന്ധം വെച്ചിട്ടോ, അയാളുടെ കൊച്ചുമകൻ എന്ന നിലയിലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അളിയൻ എന്ന നിലയിലോ അങ്ങനെ വിശേഷിപ്പിച്ചാലോ അത് മര്യാദയാണോ എന്ന് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങ് ചിന്തിക്കുക. ഇത് മര്യാദയാണെന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾ അത് തുടരുക. എനിക്കുള്ളൂ. പിന്നെ കോൺഗ്രസ് പ്രതിനിധി ഇങ്ങനെ തുടർച്ചയായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംഭാഷണം നീണ്ടുപോയത്. അതിൽ ആങ്കർ എന്ന നിലയിൽ അങ്ങ് കയ്യും കെട്ടി കേൾവിക്കാരിയിരിക്കുകയാണ് അങ്ങയുടെ കോൺഗ്രസ്. ഇല്ലല്ല, ആരാണ് കള്ളം പറയുന്നതെന്ന് ആര് പറയും? അതാണ് നമ്മുടെ ചോദ്യം. ആങ്കർ, ഈ നമ്മുടെ ഈ സംവാദം ഇങ്ങനെയാണ് മുമ്പോട്ട് പോയത്.
നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. പിന്നെ ദേശാഭിമാനിയാണ് കോൺഗ്രസ് പ്രതിനിധിക്കൊക്കെ ഇപ്പൊ മാതൃകാപത്രമായി സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമാണ് ദേശാഭിമാനിയോട് നിങ്ങൾക്കുള്ള പ്രയാസം എന്താണ്? നിങ്ങളുടെ കള്ളങ്ങളെ പൊളിച്ചു കാട്ടാൻ കേരളത്തിൽ അവശേഷിക്കുന്ന ഏകപത്രം ദേശാഭിമാനിയാണ്. പലരും അനുരാഗ് ഠാക്കൂർ വരുമ്പോൾ മുട്ടിലിഴയുമ്പോൾ കിടന്നു കൊടുക്കാനും ഒക്കെയുള്ള സമീപനത്തിൽ കേരളത്തിലെ പല മാധ്യമങ്ങളും പോകുമ്പോൾ അതിന് പോകാത്ത പത്രമുണ്ട്. അതാണ് ദേശാഭിമാനി. ഇതിന് പരിഹാരം ഇല്ല.